Lights. Perfect couple, perfect couple, perfect couple. Are you the perfect couple? Perfect couple. ചുങ്കത് പ്രിൻസ് ജുവലറി പെർഫെക്റ്റ് കപ്പിളിന്റെ ഈ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. Are you the perfect couple? ആദ്യമായി ബഹുമാനപ്പെട്ട ജഡ്ജ് ശ്രീമാൻ സായി കുമാർ, സെലിബ്രിറ്റി ഗസ്റ്റ് ശ്രീമാൻ TP മാധവനെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലെ മത്സരാർത്ഥികൾ ശ്രീമാൻ അനിൽകുമാർ ആൻഡ് ശ്രീമതി വിനീത, ശ്രീമാൻ സതീഷ് കുമാർ ആൻഡ് ശ്രീമതി ബിന്ദിയ, ശ്രീമാൻ വിജേഷ് ആൻഡ് ശ്രീമതി പ്രിയ. Are you the perfect couple? ചുങ്കത് പ്രിൻസ് ജുവലറി പെർഫെക്റ്റ് കപ്പിളിലേക്ക് വരുന്നു ശ്രീമാൻ അനിൽകുമാറും ശ്രീമതി വിനിതയും പെർഫോമൻസ് റൗണ്ടിലേക്ക്. നമസ്കാരം. നമസ്കാരം. എന്താണല്ലേ ഒരു വിഷമം മുഖത്ത്? എന്തെങ്കിലും പിടിച്ചു നിൽക്കാൻ പല ബുദ്ധിമുട്ട് തോന്നുന്നല്ലേ? ഒന്നുമില്ല. റിഹേഴ്സൽ കുറച്ച് ദിവസം കൊണ്ടില്ലേ, കൂടുതലായിട്ടാണോ? അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ്. അതിന്റെ ഒരു ക്ഷീണമാണോ മുഖത്തുള്ള? രണ്ടുപേർക്കും ഒരേപോലെ ക്ഷീണം എന്തോ പറ്റി? കുഴപ്പമൊന്നുമില്ല. പെർഫോം ചെയ്യാൻ തന്നെ തീരുമാനിച്ചേക്കാണ്. പെർഫോം ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. അപ്പൊ എന്നാ നമുക്കതൊന്ന് കാണാം. ഓൾ ദി ബെസ്റ്റ്. എല്ലാം ഉണ്ട്. ഓക്കെ. എന്താണ് ഇത്രയും കലങ്ങള്? അത് കുറച്ച് കഴിയുമ്പോ കാണേണ്ടി വരും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ then. ചിലമ്പൊലിക്കാറ്റ് ഒന്ന് ചിറ്റിയടിച്ചാട്ടെ, മഴ തുള്ളിച്ചാട്ടെ, ഇടിമിന്നലെറിഞ്ഞാട്ടെ. ചിലമ്പൊലിക്കാറ്റേ ഒന്ന് ചിറ്റിയടിച്ചാട്ടെ, മഴ തുള്ളിച്ചാട്ടെ, ഇടിമിന്നലെറിഞ്ഞാട്ടെ. മകരം മഞ്ഞാലയാ പൊതിയും പൂമ്പാറ്റയെ, കനവിൻ കണ്ണാടിയിൽ തെളിയും വാദ്യങ്ങളെ, മുത്തുമായി മുത്തം വെക്കും നക്ഷത്രമല്ലേ ഞാൻ. ഭീഗി 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 Love you baby. Hi biggie biggie. love you baby. ചിലമ്പൊലിക്കാറ്റ് ഒന്ന് ചിറ്റിയടിച്ചാട്ടെ, മഴ തുള്ളിച്ചാട്ടെ, ഇടിമിന്നലെറിഞ്ഞാട്ടെ. ചിലമ്പൊലിക്കാറ്റേ ഒന്ന് ചിറ്റിയടിച്ചാട്ടെ, മഴ തുള്ളിച്ചാട്ടെ, ഇടിമിന്നലെറിഞ്ഞാട്ടെ. ഏപ്രിലിൽ ഇപ്പുവേ നിന്മയിൽ ഞാൻ തൂവൽ തുമ്പൽ തൊട്ടാൽ, മേഘച്ചില്ലിൻ തെല്ലാൽ എൻ മാനത്തെ ചേലത്തുമ്പാൽ മൂടാം. പൊന്നെ പുന്നാരേ വറുപ്പിട്ടം കൊട്ടാരം, നീലാവിലെ മഞ്ഞിൻ മേട്ടിൽ മാർബൽ കൊട്ടാരം. എന്നെ നോക്കാതെ ഒന്നും മിണ്ടാതെ, വേനൽ കയ്യാൽ തൊട്ടാ പൊട്ടും വെണ്ണക്കല്ലി ഞാൻ. Biggie. Love you baby. Hi biggie. Love you baby. ചിലമ്പൊലിക്കാറ്റ് ഒന്ന് ചിറ്റിയടിച്ചാട്ടെ, മഴ തുള്ളിച്ചാട്ടെ, ഇടിമിന്നലെറിഞ്ഞാട്ടെ. ചിലമ്പൊലിക്കാറ്റേ ഒന്ന് ചിറ്റിയടിച്ചാട്ടെ, മഴ തുള്ളിച്ചാട്ടെ, ഇടിമിന്നലെറിഞ്ഞാട്ടെ.
പേരമ്മഞ്ഞാലയാൽ പൊതിയും പൂമ്പാറ്റയെ കനവിൻ കണ്ണാടിയിൽ തെളിയും വാർത്തകളെ മുത്തുമായി മുത്തം വെക്കും നക്ഷത്രമല്ലേ ഞാൻ ഭീഗി 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 love you baby ഭീഗി 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 love you baby അനിൽ, വിനീത വളരെ കംഫർട്ടായിട്ട് കളിച്ചു. താങ്ക് യു. വളരെ രസകരമായിരുന്നു അത് കാണാൻ തന്നെ. അതൊരു എന്താ പറയുക, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു നിങ്ങൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഭയങ്കരമായിരുന്നു. അത് മാത്രമല്ല, വിനീതയ്ക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നിരിക്കുന്നു. അത് തന്നെ വളരെ ഒരു പ്ലസ് പോയിന്റാണ്. കാരണം ആദ്യ റൗണ്ട്സിലൊക്കെ ഒന്നും ഒരു ചിരിയൊക്കെ വരിക എന്ന് പറഞ്ഞാൽ വലിയ പാടായിരുന്നു. ഇതിപ്പോൾ എങ്ങനെ ചിരി വന്നു? അനിലിൻ്റെ ചിരി ഈ പ്രാവശ്യം കുറഞ്ഞോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ വിനീത ഭയങ്കരമായിട്ട് ചിരിച്ചിട്ടുണ്ട്. എന്തായാലും മൊത്തത്തിൽ വൃത്തികേടാക്കാതെ വളരെ ഭംഗിയായി ചെയ്തു. അതാണ് എനിക്കുള്ള കമൻസ്. താങ്ക് യു വെരി മച്ച്. കീപ് ഇറ്റ് അപ്പ്. Thank you so much, sir. It was excellent and spontaneous. വളരെ നന്നായി. താങ്ക് യു സർ. God bless. താങ്ക് യു വെരി മച്ച്. Are you the perfect couple? ചുങ്കത്ത് പ്രിൻസ് ജ്വല്ലറി പെർഫെക്റ്റ് കപ്പിളിന്റെ മനപ്പൊരുത്തം റൗണ്ടിലേക്ക് വരുന്നു ശ്രീമാൻ സതീഷ് കുമാറും ശ്രീമതി ബിന്ദിയയും. ബിന്ദിയ, ഇവിടെ ഇപ്പം നിങ്ങൾ മനപ്പൊരുത്തം റൗണ്ടിലാണ്. ഇവിടെ ഇപ്പം നമ്മൾ കഴിഞ്ഞ റൗണ്ടിൽ നമ്മൾ ഈ ബൗളിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിരുന്നു. അത് നിങ്ങൾ വായിച്ചിട്ട് അതിന് മറുപടി പറയായിരുന്നു. ഇന്ന് ഇതിനകത്ത് ഒരു 1, 2, 3, 4 നമ്പർ എഴുതിയിട്ടുണ്ട്. ആ ഒരു നമ്പർ നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് കൽപ്പനയുടെ കൊടുക്കുക. കൽപ്പന പറയുന്ന നമ്പർ അനുസരിച്ചിട്ട് എൻ്റെ ഇരിക്കുന്ന ക്വസ്റ്റ്യൻ ഞാൻ വായിക്കും. അതിനെപ്പറ്റി ഇൻട്രാക്ട് ചെയ്യാം. നമ്പർ 9. നിങ്ങൾക്ക് വന്നിരിക്കുന്ന ചോദ്യം, മനുഷ്യ ദൈവങ്ങളെക്കുറിച്ച് നിങ്ങളുടെ വ്യക്തമായ അഭിപ്രായം. മനുഷ്യ ദൈവങ്ങൾ എന്ന് പറയുന്നത് ചിലവർ വിശ്വസിക്കുന്നുണ്ട്, ചിലർ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇപ്പോൾ സായിബാബ, പിന്നെ അതുപോലെ തന്നെ ശ്രീ രവിശങ്കർ, അമൃതാനന്ദമയി, ഇവരെല്ലാം ചിലവർ വിശ്വസിക്കുന്നവരുണ്ട്. അവർക്ക് എന്തൊക്കെ ചില കഴിവുകളുണ്ട്. പക്ഷേ മറ്റ് മതക്കാർ അതിന് സമ്മതിക്കുന്നില്ല. ഇപ്പോൾ യേശുക്രിസ്തു തന്നെ ഒരു മനുഷ്യൻ്റെ രൂപമായിട്ട് വന്നപ്പോൾ തന്നെ ശരിക്കും ആരും തന്നെ അതിനെ അംഗീകരിച്ചിട്ടില്ല. ഒരു മനുഷ്യരൂപം വന്നെന്ന് പറയും. പക്ഷേ ചിലവർ അതിനെ അംഗീകരിച്ചിട്ടുമുണ്ട് യേശുവിനെ. അതുപോലെ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ സെഞ്ചുറിയിൽ അങ്ങനെ ഒരു മനുഷ്യദൈവം എന്ന് പറയുമ്പോൾ ചിലവർ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ ഭക്തിയിലോട്ട് മാറുകയാണ്. ഇപ്പോഴത്തെ ഈ സെഞ്ചുറിയിലുള്ളവർ കൂടുതൽ ഭക്തിയിലോട്ട് മാറുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു മജിഷ്യൻ കാണിച്ചു കഴിഞ്ഞാൽ ശരിക്കും അതൊരു വലിയ ഒരു എന്തോ ദൈവത്തിൻ്റെ കഴിവ് അങ്ങനെയൊക്കെയാണ് ചിലർ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അതെന്താണ് ഇപ്പം നമ്മൾ കൂടുതൽ ഈ ഭക്തിയിലേക്ക് പോകാനുള്ള കാരണം എന്താണ് തോന്നുന്നത്? കാരണം ഇപ്പോൾ പണ്ടത്തെ പോലെയുള്ള ഒരു ജീവിതമല്ല നമ്മുടെ. ഭയങ്കര ടെൻഷനും മറ്റതും ഇതൊക്കെ ഉള്ള ഒരു ജീവിതമാണ്. സ്ട്രെസ്സും അതൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കൂടുതലും ഈ ചിലവരുണ്ട് ഒരു സ്ഥലത്ത് നിന്ന് ചില പാപങ്ങളൊക്കെ ചെയ്തിട്ട് അതെല്ലാം ദൈവത്തിനടുത്ത് ഏറ്റു പറയുന്ന കുറേ പേരുണ്ട്. പക്ഷെ ചിലവർ എനിക്ക് തോന്നുന്നു പണ്ടത്തേനെക്കാട്ടി കൂടുതൽ ഇപ്പം ദൈവത്തോട് അടുക്കുന്നത് എനിക്ക് സുനാമി കഴിഞ്ഞിട്ടാണോ എന്നൊരു സംശയമുണ്ട്. കഴിഞ്ഞിട്ട് ആൾക്കാർ കൂടുതലും ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പ്രകൃതി അതിന് വിപരീതമായി പ്രവർത്തിച്ചു തുടങ്ങി എന്നുള്ള ബോധ്യം വന്നതിന് ശേഷം. പക്ഷെ ഇടയ്ക്ക് വെച്ച് കുറെ ഈ വെസ്റ്റേൺ കൾച്ചറൊക്കെ വന്നതിന് ശേഷം ഭയങ്കരമായിട്ടും ദൈവത്തെ മറന്നായിരുന്നു ഓരോരുത്തരും പ്രവർത്തിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ദൈവത്തിന് സഹിട്ടാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സുനാമി വന്നതും അങ്ങനെ ഒരു നമുക്ക് തന്നെ ഒരു ആപത്ത് വന്നത് എങ്ങനെയാണ്. ഇവിടെ നമ്മൾ അംഗീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ എല്ലാവരും വളരെ ഭക്തിയോടെ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന സായിബാബ, ശ്രീ രവിശങ്കർ, അമൃതാനന്ദമയി, അവര് സമൂഹത്തിന് വേണ്ടിയുള്ള ഒരുപാട് നല്ല കാര്യം ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക്. ഒപ്പം അവരുടെ പേരിനെ കളങ്കപ്പെടുത്താനുള്ള ഒരു ശ്രമമാണോ മറ്റുള്ള സ്വാമിമാര്, കപട സ്വാമിമാരുടെ അതായത് ദൈവമാണ് ഞാൻ എന്ന് പറഞ്ഞ് നടക്കുന്ന എല്ലാ സ്വാമിമാരെയും ഒരേ കണ്ണോട് കൂടി തന്നെയാണോ നമ്മൾ വീക്ഷിക്കേണ്ടത്? അത് വ്യത്യസ്തമായ കണ്ണുകളോടെയാണോ? അല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായ ഇതായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ മാധ്യമത്തിലും കാണുന്നുണ്ട്, അതുപോലെ തന്നെ ടി വിയിലും കാണുന്നുണ്ട്, എല്ലായിടത്തും കാണുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ സംഭവം എറണാകുളത്തെ പിടിച്ച വ്യക്തിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇരുന്നാലും
ഈ മാതാ അമൃതാനന്ദമയി അല്ലെങ്കിൽ സായിബാബ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ശ്രീ ശ്രീ രവിശങ്കർ ഈ ആൾക്കാരൊക്കെ നാട്ടുകാർക്കും അതുപോലെ തന്നെ ലോകത്തേക്കും അവരെ കൊണ്ട് ചെയ്യുന്നത് കഴിയുന്ന മാക്സിമം ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു ആൾക്കാരെ എപ്പോഴും നമ്മൾ ഒരു ദൈവം എന്ന് കണ്ണടച്ച് വിശ്വസിക്കുന്നില്ല, പക്ഷെ ദൈവത്തിൻ്റെ രൂപത്തിൽ നമുക്ക് വേണ്ടി വന്ന് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അപ്പം അവരെ നമുക്ക് ശരിക്കും ദൈവമായിട്ടല്ല കാണുന്നത്, നമ്മളുടെ സഹായി, അതായത് നമുക്ക് നേരിട്ട് ദൈവം വന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ഇതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അവർ ചെയ്തു തരുന്നുണ്ട്. അതിപ്പോൾ പാവപ്പെട്ടവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ചെയ്തു തരുന്നത്. എറണാകുളത്ത് തന്നെ ഇപ്പോൾ ഒരു ട്രസ്റ്റ്, മെഡിക്കൽ ട്രസ്റ്റ് ഉണ്ട് മാതാ അമൃതാനന്ദമയിയുടെ ഇതിൽ. അതിൽ കാശുള്ളവർക്കും ട്രീറ്റ്മെൻ്റ് ഉണ്ട്, കാശില്ലാത്തവർക്കും ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ദൈവം, മനുഷ്യ ദൈവം എന്ന് പറയുമ്പോൾ എല്ലാവരും മനുഷ്യ ദൈവമാണ്. ഈ പറഞ്ഞ ഞാനായിരുന്നാലും സാറായിരുന്നാലും ആരായിരുന്നു, നമ്മളെ ഓഡിയൻസ് ആയിരുന്നു, എല്ലാവരും ദൈവമാണ്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഇതുണ്ട്, നന്മ ഉണ്ട്. ആ നന്മ എന്നും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മളും ഒരു ദൈവമാണ്. അതിൽ ഏതെങ്കിലും ഒരു കാര്യം തിന്മ വന്നു കഴിഞ്ഞാലാണ് ഈ പറഞ്ഞ പോലെ കൊച്ചിയിൽ നടന്ന സംഭവമൊക്കെ വരുന്നത്. സായിബാബയും ശ്രീ ശ്രീ രവിശങ്കറും മാതാമൃതാനന്ദമയി എന്നുള്ളവരെ ഗുരുതുല്യരായിട്ടും മറ്റവരെ കപട സന്യാസിമാരുമായിട്ട് നമ്മൾ ഭിന്നിച്ച് നോക്കുകയാണെങ്കിൽ ഈ രണ്ടുപേരുടെയും വഴി എന്തുവാണെന്ന് പറയാമോ? എന്തുകൊണ്ടാണ് ആളുകൾ അവരിൽ ആകൃഷ്ടരാകുന്നത്? ഇല്ല, ഏറ്റവും കൂടുതൽ ശരിക്കും പറഞ്ഞാൽ മാതാ അമൃതാനന്ദമയി അല്ലെങ്കിൽ ഈ പറഞ്ഞ ശ്രീ ശ്രീ രവിശങ്കർ അല്ലെങ്കിൽ ഈ പറഞ്ഞ സായിബാബ എന്ന് പറയുന്ന ആൾക്കാർ പണ്ട് തൊട്ടേ നമുക്ക് അറിയുന്ന ആൾക്കാർ. അവർ നന്മ ചെയ്തുകൊണ്ട് മാത്രമാണ് അവർ നമ്മളെ ഈ രംഗത്തോട്ട് വന്നത്. ഈ പറഞ്ഞ വ്യക്തികൾ എന്നൊക്കെ പറയുമ്പോൾ കപട സ്വാമിമാരെന്നൊക്കെ പറയുമ്പോൾ അവർ നന്മ ഒന്നും ചെയ്തിട്ടില്ല. അവരെ കുറിച്ച് അറിയാൻ പറ്റുന്ന ആ സമയം എന്ന് പറയുമ്പോൾ മാധ്യമത്തിൽ അവർ എന്തെങ്കിലും തെറ്റ് ചെയ്തു അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റം ചെയ്തു, ഇങ്ങനത്തെ ഒരു ചെറിയ ഇൻസിഡൻസ് നമുക്ക് അറിയുമ്പോൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഒരു സ്വാമിമാരുണ്ടായിരുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും സതീഷ് നേരത്തെ ചേട്ടൻ ഈ പറഞ്ഞ സംഭവത്തിന് നേരത്തെ തന്നെ മറുപടി പറഞ്ഞു. അത് ഇപ്പം സതീഷും വൈഫും പറഞ്ഞ രീതി അനുസരിച്ചിട്ട് മനസ്സിൽ ശുദ്ധിയോടുകൂടി, മനസ്സിൽ സ്നേഹം എന്നുള്ള വികാരത്തോടുകൂടി, നന്മ എന്ന് പറഞ്ഞ വികാരത്തോടുകൂടി ആരുണ്ടോ അവർ ദൈവതുല്യരാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഒരു അംശമാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി കപടതയിലേക്ക് പോകുമ്പോഴും വഞ്ചനയിലേക്ക് പോകുമ്പോഴുമാണ് ആത്മഹത്യാപരമായ ഈ സ്വാമിമാരുടെ ജനനവും അസ്തമയവും, അല്ലേ? ഓക്കെ, അപ്പം പറയുന്നത് ദൈവം നേരിട്ട് വന്നില്ലെങ്കിലും ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്നുള്ള നിലയിൽ പാവപ്പെട്ടവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഏതൊരാളും മനുഷ്യ ദൈവം എന്നുള്ള വിശ്വാസത്തിൽ അല്ലെങ്കിൽ പോലും ദൈവത്തിന്റെ പ്രതിനിധി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു? എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വെൽക്കം. Are you the perfect couple? ഇനി ഒരു ചെറിയ ഇടവേള.